നമസ്കാരം. ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. തർക്കമുള്ള എല്ലാ ആരാധനാലയങ്ങളും ഹിന്ദുക്കൾക്ക് സ്വമേധയാ കൈമാറണമെന്ന് RSS നേതാവ്. മുസ്ലിങ്ങളും മറ്റു മതസ്ഥരും തർക്കമുള്ള എല്ലാ ആരാധനാലയങ്ങളും ഹിന്ദു സമൂഹത്തിന് സ്വമേധയാ കൈമാറണമെന്നാണ് മുതിർന്ന RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. RSS ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും മുസ്ലിം രാഷ്ട്രീയ മഞ്ച് രക്ഷാധികാരിയുമാണ് മലേഗാവ് സ്ഫോടന കേസ് പ്രതിയായ ഇന്ദ്രേഷ് കുമാർ. ഇത്തരം നീക്കങ്ങൾ ചരിത്രപരമായ സംഘർഷങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദേശ ആക്രമണകാരികൾ ക്ഷേത്രങ്ങൾ തകർക്കുന്നതിന് ഊന്നൽ നൽകിയതായും PTIക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ആരോപിച്ചു. എല്ലാ പള്ളികളിലും ശിവലിംഗം കണ്ടെത്തേണ്ട ആവശ്യമില്ലെന്ന RSS തലവൻ മോഹൻ ഭഗവത്തിന്റെ പരാമർശം വളരെ വ്യക്തമാണ്. പരസ്പര സംഘർഷം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭഗവതിന്റെ പ്രസ്താവന. അങ്ങനെ സമൂഹത്തിന് ചിന്തിക്കാനും വിദ്വേഷത്തിൽ നിന്ന് ആക്രമണത്തിൽ നിന്നും മുക്തമാവാനും കഴിയും. പരസ്പര ധാരണ പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിനുള്ളിലെ സംഘർഷങ്ങൾ ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമമാണിത്. മോഹൻ ഭാഗവത് പറഞ്ഞത് വളരെ വ്യക്തമാണ്. എല്ലായിടത്തും ശിവലിംഗം അന്വേഷിക്കേണ്ട കാര്യമില്ല. സത്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. ആ സത്യം എല്ലാവരും അംഗീകരിക്കണം. മുസ്ലിങ്ങളും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരും മുന്നോട്ട് വന്ന് ഹിന്ദുക്കളുടെ തർക്കമുള്ള മതസ്ഥലങ്ങൾ ഹിന്ദു സമൂഹത്തിന് കൈമാറണം. വിവിധ മത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ ഒന്നിക്കണം. തർക്കമുള്ള മതസ്ഥലങ്ങൾ ഹിന്ദു സമൂഹത്തിന് സ്വമേധയാ കൈമാറണം. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതോടെ രാജ്യത്ത് മാത്രമല്ല ലോകമെമ്പാടും സന്തോഷത്തിന്റെ അന്തരീക്ഷമുണ്ടാകും. രാമക്ഷേത്രത്തെ ദേശീയ ക്ഷേത്രം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും എല്ലാവരെയും ഉദ്ദേശിച്ചുള്ളതുമാണ്. ക്ഷേത്രം ഇന്ത്യയിലെ എല്ലാ മതങ്ങളോടും ഐക്യത്തെയും ബഹുമാനത്തെയും പ്രതീകപ്പെടുത്തുന്നതായും ഇന്ദ്രേഷ് കുമാർ പറഞ്ഞു. രാമക്ഷേത്രം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് ഒരു ദേശീയ ക്ഷേത്രമാണ്. രാമൻ എല്ലാവരിലും ഉള്ളതാണ്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അതിനാൽ അതിനെ ഒരു ദേശീയ ക്ഷേത്രം എന്ന് വിളിക്കാമെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു. വർഗീയ ധ്രുവീകരണത്തിന്റെ 3ാം ഘട്ടത്തിലേക്ക് സംഘപരിവാർ കടക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. സീനിയർ BJP നേതാക്കളെ അകറ്റി നിർത്തി കനത്ത RSS ബന്ധമുള്ളവർക്ക് 3 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി കസേര BJP വെച്ച് നീട്ടിയപ്പോൾ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായിരുന്നു. ഞങ്ങൾ ബലം പിടിച്ച് വാങ്ങിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് വിട്ടു തന്നോളൂ എന്നതാണ് ഇദ്ദേഹത്തിന്റെ ഭീഷണി. രാജ്യത്തെ ഒട്ടുമിക്ക ആരാധനാലയങ്ങൾക്ക് നേർക്കും BJPയുടെ അവകാശവാദം ഉണ്ടാവും എന്നത് ചുരുക്കം. ഗ്യാൻവാപ്പിയിലും ഷാഹി ഈദ്ഗാഹ് മസ്ജിദിലുമൊക്കെ സംഘപരിവാർ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്നത് ഒരു സൂചന മാത്രമാണെന്ന് ചുരുക്കം.